ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്. ഓക്കെ, അപ്പം ഡിഫ്ലക്ഷൻ ഓഫ് ബീംസിൽ ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് നോക്കുകയാണെങ്കിൽ എ മുതൽ ബി വരെയുള്ള രണ്ട് സപ്പോർട്ട്സിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ലെങ്ത് നോക്കുകയാണെങ്കിൽ അത് എൽ ആയിട്ട് എടുത്തു. ഓക്കെ, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനാണ് ഈ ബീമിന് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മറ്റ് ക്രോസ് സെക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഐ സെക്ഷൻസ്, ടി സെക്ഷൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. തൽക്കാലം ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാനൊരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനും സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ബീമിനെ രണ്ട് പോയിൻറ്റ്സിലായിട്ട് ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എത്രയാണ്? ഇതിൻ്റെ ടോപ്പ് സർഫസിലായിട്ട് W1 W2 എന്ന് പറഞ്ഞിട്ട് രണ്ട് പോയിൻ്റ് ലോഡ്സ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്, W1 ആൻഡ് W2. ഓക്കെ, അപ്പം ഇനിഷ്യലി ഈ ബീമിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലെങ്ത് വൈസ് ഇത് നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഈ ലോഡ് വന്നു കഴിയുമ്പോഴത്തേക്ക് ബീം എന്ത് ചെയ്യും? കൊണ്ട് ബെൻഡ് ചെയ്യും. ഇതേ സെയിം സിറ്റുവേഷൻ തന്നെ ഞാൻ മറ്റൊരു രീതിയിൽ ഇവിടെ വരച്ചിരിക്കുകയാണ്. ഒരു 2 ഡയമെൻഷണൽ സ്കെച്ചായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ എൻറ്റയർ ബീമിനെ നമ്മൾ എന്തായിട്ട് വരച്ചു? ഒരു സിംഗിൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു അല്ലേ? എൻറ്റയർ ബീമിനെ ഒരു സിംഗിൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് കൺസിഡർ ചെയ്തു. ഇതിൻ്റെ രണ്ട് എൻഡ്സ് അല്ലേ? ഇതിൻ്റെ രണ്ട് എൻഡ് എയും ബിയും എന്ത് ചെയ്തിരിക്കുകയാണ്? സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷമാണ് ഇതിന് മുകളിലായിട്ട് എന്ത് അപ്ലൈ ചെയ്യുന്നത്? ലോഡ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? രണ്ട് പോയിൻറ്റ്സ് W1 W2ലായിട്ട് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് എൻഡ് സപ്പോർട്ട് ചെയ്തിട്ട് ഇതിനെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ബീം എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് മാറും അല്ലേ? ലോഡ് ഏതൊക്കെ പോയിൻറ്റ്സിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് ബീം ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റ് ലോഡ്സ് W1 W2 ഉണ്ട്. W1 എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്ന പോയിന്റിൽ സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് Y1. ഓക്കെ, Y1. ഓക്കെ, ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിഫ്ലക്ഷനാണ് Y1 എന്ന് പറയുന്നത് അല്ലേ? ഇനിഷ്യലി പോയിന്റ് ഇവിടെയായിരുന്നു അല്ലേ? അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബീമിൻ്റെ പോയിന്റ് എവിടത്തേക്ക് മാറി? തൊട്ട് താഴത്തേക്ക് മാറി. ആൻഡ് ദ പോയിന്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ത്രൂ എ ഡിസ്റ്റൻസ് Y1 അല്ലേ? W2ൽ സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് Y2. ഈ പോയിന്റ് മുതൽ ഇതുവരെയുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് Y2 അല്ലേ? അപ്പോൾ ഡിഫ്ലക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Y കൊണ്ടാണ്. ലോഡ് 1ൻ്റെ ആയതുകൊണ്ട് Y1 എന്നും ലോഡ് 2ൻ്റെ ആയതുകൊണ്ട് Y2 എന്ന് ഡിഫ്ലക്ഷൻ കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ ലോഡ് അപ്ലൈ ചെയ്യാത്ത മറ്റ് പോയിൻറ്റ്സിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? മറ്റ് വാല്യൂസ് ആയിട്ട് അവിടെയും ഡിഫ്ലക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഓരോ പോയിൻറ്റ്സിലും സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇവിടെ ഈ ഡിഫ്ലക്റ്റഡ് കർവ്, ഓക്കെ, ഈ ഡിഫ്ലക്റ്റഡ് കർവിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാണ് ഇലാസ്റ്റിക് കർവ്. ഇലാസ്റ്റിക് കർവ്. ഓക്കെ, ഇലാസ്റ്റിക് കർവ്. ഓക്കെ, ഇത് നമ്മളിപ്പം ഇവിടുത്തെ ഈ ക്രോസ് സെക്ഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇവിടുത്തെ എന്താണ്? ഇത് ന്യൂട്രൽ ലെയർ ആയിട്ട് അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന് മാത്രമാണ് എടുത്ത് ഇവിടോട്ട് വരച്ചിരിക്കുന്നത് അല്ലേ? സാധാ കേസിൽ നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ ഈ തരത്തിൽ ലോഡ് ചെയ്യുമ്പോൾ മുകളിലത്തെ ഫൈബറിൽ വന്നിട്ട് കംപ്രഷനും, ഓക്കെ, താഴത്തെ ഫൈബറിൽ വന്നിട്ട് എന്തുമാണ്? ടെൻഷനും ആയിരിക്കും അല്ലേ? താഴത്തെ ഫൈബറിൽ വന്നിട്ട് ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ലെയർ മാത്രം നമ്മളെടുത്ത് ഒബ്സർവ് ചെയ്യുകയാണ് ബീമിൻ്റെ റെപ്രസെൻറ്റേഷന് വേണ്ടി. അപ്പം ആ തരത്തിൽ ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും Y1 ഡിഫ്ലക്ഷനും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ Y2 ഡിഫ്ലക്ഷനും സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിഫ്ലക്റ്റഡ് കർവ് അല്ലേ? ഇനിഷ്യലി സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന ഇത് ഡിഫ്ലക്റ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇലാസ്റ്റിക് കർവ് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് ഇലാസ്റ്റിക് കർവ്. ഓക്കെ, അപ്പം ഈ ഇലാസ്റ്റിക് കർവ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇലാസ്റ്റിക് കർവിൽ ഇവിടെ പോയിന്റ് ഉണ്ട് അല്ലേ? ഇപ്പോൾ C എന്ന് പറയുന്ന പോയിന്റ് ഡിഫ്ലക്റ്റ് ചെയ്ത് C' വന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ പോയിന്റായ C' ഒരു ഹൊറിസോണ്ടൽ വരച്ചു. C' ഒരു ഹൊറിസോണ്ടൽ വരച്ചു. ഓക്കെ, നെക്സ്റ്റ് ഇലാസ്റ്റിക് കർവിന് ഒരു ടാൻജൻറ്റ് എന്നുള്ള രീതിക്ക് C1 ഒരു ലൈനും കൂടെ വരച്ചു അല്ലേ? അതെങ്ങനെയായിരിക്കും? ഇലാസ്റ്റിക് കർവിന് ടാൻജൻറ്റ്. അപ്പോൾ ഇവിടെ രണ്ട് ലൈൻസാണ് വരച്ചത്. ഒരെണ്ണം ഒരു ഹൊറിസോണ്ടൽ ലൈന്, ഓക്കെ, വിച്ച് ഈസ് പാരലൽ ടു ദി ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദി ബീമും, പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഒരു ടാൻജൻഷ്യൽ ലൈൻ. ഓക്കെ, ഒരു ടാൻജൻഷ്യൽ ലൈനും കൂടെ അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ട് ലൈൻസും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ തീറ്റ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് പോയിന്റിൻ്റെ ആയതുകൊണ്ട് θ1 എന്ന് കൊടുത്തു. ഓക്കെ, ഈ θ1 എന്ന് പറയുന്നതാണ് ആ പോയിന്റിലെ സ്ലോപ്പ്. ഓക്കെ, ആ ആംഗിളാണ് അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് പോയിന്റ് ഇവിടെ ഏതുണ്ടായിരുന്നു? D എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടായിരുന്നു, W2 ലോഡ് അപ്ലൈ ചെയ്തത്. അത് ഡിഫ്ലക്റ്റ് ചെയ്ത് D' വന്നിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്തു? ആ പോയിന്റിലൂടെ D' ഒരു ഹൊറിസോണ്ടൽ വരച്ചു. നെക്സ്റ്റ് D' എന്ത് ചെയ്തു? ഇലാസ്റ്റിക് കർവിന് ഒരു ടാൻജൻറ്റും വരച്ചു. ഓക്കെ, അപ്പോൾ അത് മുകളിലേക്കും വരയ്ക്കാം, താഴത്തേക്കും വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെയും ഒരു ആംഗിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഹൊറിസോണ്ടലും ആ ടാൻജൻറ്റും തമ്മിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അതിനെയും തീറ്റ അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റിൻ്റെ ആയതുകൊണ്ട് θ2.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ കണ്ടുപിടിക്കേണ്ടത് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസിൽ 2 കാര്യങ്ങളായിരിക്കും നമ്മളടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ, അല്ലേ, ബീമിൽ സംഭവിക്കുന്ന ഡിഫ്ലക്ഷനും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബീമിൽ ഓരോരോ പോയിൻറ്റ്സിലുള്ള സ്ലോപ്പിൻ്റെ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഡിഫ്ലക്ഷൻ റെപ്രസെൻറ്റഡ് ബൈ വൈയും സ്മോൾ ലെറ്റർ വൈയും, സ്ലോപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, dy/dx എടുക്കും. ഓക്കെ, dy/dx ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തീറ്റ കൊണ്ടായിരിക്കും സ്ലോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, തീറ്റ അല്ലെങ്കിൽ ടാൻ തീറ്റ. ഓക്കെ, ഇവിടെ തീറ്റയുടെ വാല്യൂ വളരെ കുറവായതുകൊണ്ട് നമുക്ക് ടാൻ തീറ്റ ക്യാൻ ബി സെയിം എസ് ദാറ്റ് ഓഫ് തീറ്റ ആയിട്ട് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബീമിൻ്റെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ പഠിക്കേണ്ട 2 മെത്തേഡ്സാണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെക്കോളൈസ് മെത്തേഡ്. ഓക്കെ, ഇത് സിംപ്ലി ഒരു ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡാണ്. ഓക്കെ, ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്. പിന്നെ ഒരെണ്ണമെന്ന് പറയുന്നത് കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ, കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ്സാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇതിന് പുറമെ ഒരു മൊമെൻ്റ് ഏരിയ മെത്തേഡ് വരുന്നുണ്ട്, പിന്നെ വന്നിട്ട് കോൺജുഗേറ്റ് ബീം മെത്തേഡ് വരുന്നുണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ തൽക്കാലം സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഇപ്പം അറിഞ്ഞിരിക്കേണ്ട 2 മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് മെക്കോളൈസ് മെത്തേഡ്, ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്, പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് കാസ്റ്റിഗ്ലിയാനോസ് തിയറം ആകുമ്പോഴത്തേക്കും സ്ട്രെയിൻ എനർജി വെച്ചിട്ടുള്ള മെത്തേഡാണ്. സ്ട്രെയിൻ എനർജി മെത്തേഡ്, കാസ്റ്റിഗ്ലിയാനോസ് മെത്തേഡും സ്ട്രെയിൻ എനർജി മെത്തേഡ്. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷനിൽ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസിൽ ടു കാൽക്കുലേറ്റ് ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ്, ഈ ഒരു ഡിഫ്ലക്റ്റഡ് കർവിനെ, ഓക്കെ, ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കർവിനെ വിളിക്കുന്നതാണ് ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് കർവിൽ നമ്മൾ എന്താ ചെയ്തത്, ആ പോയിൻറ്റ്സിലൂടെ ഹൊറിസോണ്ടലും വരച്ചു, ടാൻജൻറ്റും വരച്ചു, അവിടുത്തെ ഇൻക്ലിനേഷൻ, അല്ലേ, അവിടുത്തെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നതാണ് സ്ലോപ്പ് അറ്റ് ദി പോയിന്റ്, അല്ലേ. അപ്പോൾ ഓരോ പോയിൻറ്റ്സിലും നമുക്ക് ഇതേ കണക്ക് ഹൊറിസോണ്ടലും വരയ്ക്കാം, ടാൻജൻറ്റും വരയ്ക്കാം. അപ്പോൾ ഓരോ പോയിന്റിലും ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് സ്ലോപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഒരു ഡെറിവേഷനാണ് റിലേഷൻ ബിറ്റ്വീൻ സ്ലോപ്പ്, ഡിഫ്ലക്ഷൻ ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു ബീം കൺസിഡർ ചെയ്യാണ്. ബീം വന്നിട്ട് CD എന്നാണ് ഞാൻ ബീമിൻ്റെ സപ്പോർട്ട്സ് കൊടുത്തിരിക്കുന്നത്. സിയും ഡിയും സപ്പോർട്ട്സ്, ബീമിൻ്റെ അകത്ത് ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലേ. അപ്പോൾ ഇവിടെ പല പോയിൻറ്റ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. W1, ഓക്കെ, ഇവിടെ വന്നിട്ട് W2 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന് പുറമെ ഇതിൽ വേണമെങ്കിൽ UDL വരാം, അല്ലേ, UDL വരാം. ഓക്കെ, ട്രയാങ്കുലർ ലോഡ് വരാം, എന്ത് തരം ലോഡ് വന്നോട്ടെ. അപ്പം അത് W/ലെങ്ത് എന്ന് എടുക്കുവാണ് ഞാനിപ്പം UDLൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ ഈ തരത്തിലെല്ലാം ലോഡ് വരുമ്പോഴത്തേക്ക് ബീം എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ. അപ്പം ബീം ഇനിഷ്യലി സ്ട്രെയിറ്റ് ആയിരിക്കും, പക്ഷേ ഈ തരത്തിലെല്ലാം ലോഡ് വന്നു കഴിയുമ്പോഴത്തേക്കും ബീം എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഡിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ബീമിൻ്റെ ലെങ്ത്തിന് അക്രോസ് ഏതെങ്കിലും ഒരു സെക്ഷനിൽ സംഭവിക്കുന്ന ഡിഫ്ലക്ഷനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഡിഫ്ലക്ഷനും സ്ലോപ്പ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഒരു റിലേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നു, റിലേഷൻ ബിറ്റ്വീൻ സ്ലോപ്പ്, ഡിഫ്ലക്ഷൻ ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ സ്ലോപ്പ്, ഡിഫ്ലക്ഷൻ ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പം ഈ ഇലാസ്റ്റിക് കർവിൽ, ഓക്കെ, ഇതിൽ ഞാനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പോർഷൻ എടുക്കുവാണ്. പോർഷൻ്റെ പേര് AB എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ സ്പെസിഫിക് ആയിട്ടൊരു പോർഷൻ കൺസിഡർ ചെയ്യുകയാണ്, ചെറിയൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണ്. ആ സ്ട്രിപ്പിൻ്റെ പേര് AB എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ AB എന്ന് പറയുന്ന പോർഷൻ്റെ മാത്രം ഒരു സ്കെച്ച് ഇങ്ങോട്ട് എടുത്ത് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വലിയ ഇലാസ്റ്റിക് കർവ് മൊത്തത്തിൽ ഒബ്സർവ് ചെയ്യുന്നതിന് വരെ ഈ ഒരു ചെറിയ പോർഷൻ മാത്രം, AB എന്ന് പറയുന്ന പോർഷൻ മാത്രം എടുത്തിട്ട് ഒബ്സർവ് ചെയ്യാം. ശരി, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ കോർഡിനേറ്റ് ആക്സിസ് വരച്ചു, XY കോർഡിനേറ്റ് ആക്സിസ് വരച്ചു. ഇതാണ് നമ്മുടെ AB എന്ന് പറയുന്ന പോർഷൻ, അല്ലേ. അപ്പം AB എന്ന് പറയുന്ന ആ ഒരു കർവാണ്, അല്ലേ. കർവിൽ പോയിന്റ് Aയിലൂടെ ഞാനൊരു ടാൻജൻറ്റും വരച്ചു, അല്ലേ. പോയിന്റ് Aയിലൂടെ ഒരു ടാൻജൻറ്റ് വരച്ചു. ഓക്കെ, പോയിന്റ് Aയിലൂടെ വരച്ച ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ. അത് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ, നമ്മുടെ ഹൊറിസോണ്ടൽ X ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ. ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ. അപ്പം ഈ ആൽഫയുടെ ടാൻജൻറ്റ് വാല്യൂ ടാൻ ആൽഫ എടുക്കുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി ക്യാൻ ബി അസ്യൂംഡ് ആസ് ആൽഫ, അല്ലേ. അപ്പോൾ ആ ആൽഫ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പോയിന്റ് എയുടെ സ്ലോപ്പായിട്ട് മാറും, അല്ലേ. നെക്സ്റ്റ് പോയിന്റ് ബിയിലൂടെ ഇതുപോലെ തന്നെ എന്ത് ചെയ്തു, ഒരു ടാൻജൻറ്റ് വരച്ചു.
പോയിന്റ് ബിയിലൂടെ ഇതുപോലെ തന്നെ ഒരു ടാൻജൻറ്റ് വരച്ചു. അവിടെ ആ ടാൻജൻറ്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ഡി ആൽഫ ആയിട്ട് എടുത്തു. അല്ലേ, ഇവിടെ ആൽഫ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ അതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഈ സെക്കൻഡ് ആംഗിൾ എന്ന് പറയും. അല്ലേ, അതുകൊണ്ടാണ് ആൽഫ പ്ലസ് ഡി ആൽഫ എന്ന് എടുത്തത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൻ്റെ ജോമെട്രി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു എ ബി എന്ന് പറയുന്ന ആർക്കിൽ എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്ത് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ബിയിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈനും വരച്ചു, എയിലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈനും വരച്ചു. ഓക്കെ, ജസ്റ്റ് കൺസ്ട്രക്ഷൻ ലൈൻസ് ആയിട്ട് വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടുത്തെ ഇൻക്ലൂഡഡ് ആംഗിൾ നിങ്ങൾ ജോമെട്രി അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നതും ഡി ആൽഫ തന്നെയായിരിക്കും വരുന്നത്. ഇവിടുത്തെ ബി മുതൽ ഈ പോയിന്റ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ വന്നിട്ട് ഡി വൈ ആയിട്ടും ഇത് വന്നിട്ട് ഇത് തൊട്ട് ഇതുവരെയുള്ളത് ഡി എക്സ് ആയിട്ടും എടുത്തു. അതായത് ഇത് വേരിയേഷൻ ഇൻ വൈ ഡയറക്ഷനാണ്, അതുകൊണ്ടാണ് ചേഞ്ച് ഇൻ വൈ എന്നുള്ള രീതിക്ക് ഡി വൈയും, ഇത് വേരിയേഷൻ ഇൻ എക്സ് ഡയറക്ഷനാണ്, ചേഞ്ച് ഇൻ എക്സ് എന്നുള്ള രീതിക്ക് ഡി എക്സും ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി ഈ കർവിന് ഈ ഒരു വലിയ ഇലാസ്റ്റിക് കർവ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്ന വലിയൊരു സർക്കിളിൻ്റെ ഭാഗമായിട്ട് എടുക്കാം. അല്ലേ, വലിയൊരു സർക്കിളിൻ്റെ പോർഷനായിട്ട് നമുക്കിതിനെ അസ്യൂം ചെയ്യാം. അപ്പോൾ ആ സർക്കിളിന് ഒരു സെൻറ്റർ കാണും, ആ സെൻറ്റർ എന്ന് പറയുന്നതാണ് സി. ഓക്കെ, അപ്പോൾ ഈ എ ബി എന്ന് പറയുന്നതും ഇതേ ഇലാസ്റ്റിക് കർവിൻ്റെ ഒരു പോർഷനാണ്. അല്ലേ, അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻറ്ററും ഏത് തന്നെയായിരിക്കും, ഈ സി എന്ന് പറയുന്ന പോയിൻ്റ് ആയിരിക്കും. അല്ലേ, അതിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നാണ് വിളിക്കുന്നത്. സി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, നെക്സ്റ്റ് സിയിൽ നിന്ന് എയിലേക്ക് ഒരു ലൈൻ വരച്ചു, സിയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പം സി ടു ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അത് അവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിട്ട് വരും. സി ടു ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസും അതുപോലെ തന്നെ സി ടു എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിട്ട് മാറും. ഇവിടുത്തെ എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ, ഓക്കെ, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡി എസ് ആയിട്ട്, ഓക്കെ, ഇവിടുത്തെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ഡി ആൽഫ ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇതും ഡി ആൽഫയാണ്, ഇവിടുത്തെ ആംഗിൾ എത്ര തന്നെയാണ് ഡി ആൽഫ തന്നെയാണ്. അത് സിമ്പിൾ ട്രിഗ്നോമെട്രിക് റിലേഷൻസ് വെച്ച് നോക്കിയാൽ ആംഗിൾസ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ ഡെറിവേഷനാണ് വേണ്ടത്. അല്ലേ, അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് എ ബി എന്ന് പറയുന്ന ഈ ആർക്കിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പം ആർക്ക് ലെങ്ത് എൽ ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ. അല്ലേ, ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ഇൻക്ലൂഡഡ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എ ബി എന്ന് പറയുന്ന ലെങ്ത് കിട്ടുന്നെങ്കിൽ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് ഏതാണ്, എ സി അല്ലെങ്കിൽ എ ബി ആണ് ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത്. എ സി അല്ലെങ്കിൽ എ ബി ആണ്, എ മുതൽ സി വരെയുള്ളത് അല്ലെങ്കിൽ എ മുതൽ ബി വരെയുള്ളതാണ് ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ എ ബി ഈക്വൽ ടു എ സി ഇൻറ്റു എന്ത് വരും, എ ബി ഈക്വൽ ടു എ സി ഇൻറ്റു ഡി ആൽഫ. ഓക്കെ, എ ബി ഈക്വൽ ടു എ സി ഇൻറ്റു ഡി ആൽഫ. എ ബിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എ ബിക്ക് പകരം ഡി എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഇത് ആർക്കാണെങ്കിലും ആ ആർക്കും ഇവിടുത്തെ എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ അല്ലേ ഓൾമോസ്റ്റ് ലെങ്ത്തിൽ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് എ ബി എന്നുള്ള ആർക്കിൻ്റെ ലെങ്ത്തും എ ബി എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെങ്ത്തും രണ്ടും നമുക്ക് ഏതായിട്ട് എടുക്കാം, ഡി എസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം എ ബിക്ക് പകരം എന്ത് കൊടുക്കുക, ഇവിടെ ഡി എസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ആൽഫ. അല്ലേ, ശരി. ഇനി ഡി എസിൻ്റെ വാല്യൂ വീണ്ടും നമ്മൾ അസ്യൂം ചെയ്തിട്ട് എന്തിന് ഈക്വലായിട്ട് എടുക്കുവാണ്, ഡി എക്സിന് ഈക്വലായിട്ട് എടുക്കുവാണ്. കാരണം ഇത് ഞാൻ ഇച്ചിരി എന്താണ് എൻലാർജ്ഡ് സ്കെച്ചാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മളൊരു ഹൊറിസോണ്ടൽ വരച്ചു, ഇവിടെ ഒരു വെർട്ടിക്കലും വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇവിടുത്തെ ഡി വൈയും ഇത് ഇവിടുത്തെ ഡി എക്സ് അല്ലേ, ഇതെന്ന് പറയുന്നത് ഡി എസ്. അപ്പോൾ ഈ ഡി എസിൻ്റെ വാല്യൂ ഈ ഡി എക്സിൻ്റെ വാല്യൂ അല്ലേ എൻലാർജ്ഡ് സ്കെയിൽ ആയതുകൊണ്ടാണ് ഇവിടെ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് ഡി എസും ഡി എക്സും എന്ത് തന്നെയായിരിക്കും, ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ഈ സ്റ്റെപ്പിൽ ഡി എസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഡി എക്സ് കൊടുക്കാം. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ആൽഫ അല്ലേ, ആർ ഇൻറ്റു ഡി ആൽഫ. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 1/r ഈക്വൽ ടു 1/r ഈക്വൽ ടു ഡി ആൽഫ ഇൻറ്റു ഡി എക്സ്, 1/r ഈക്വൽ ടു ഡി ആൽഫ ഇൻറ്റു ഡി ആൽഫ ബൈ ഡി എക്സ്. ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് പോയിന്റ് എയിലെ സ്ലോപ്പ് കൊടുക്കാം. അല്ലേ, പോയിന്റ് എയിലെ സ്ലോപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, പോയിന്റ് എയിലൂടെ ഒരു ടാൻജൻറ്റ് വരച്ചു. പോയിന്റ് എയിലൂടെ ടാൻജൻറ്റ് വരച്ചു, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ. ഓക്കെ, അപ്പോൾ ടാൻ ആൽഫ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. സ്ലോപ്പിൻ്റെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, അപ്പം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ ആൽഫ എന്ന് എടുക്കാം. അല്ലേ, ടാൻ ആൽഫ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു ആൽഫ. അല്ലേ, കാരണം ആൽഫയുടെ വാല്യൂ വളരെ ചെറുതായിരിക്കും, അതുകൊണ്ട് ടാൻ ആൽഫ ക്യാൻ ബി ടേക്കൻ ആസ് ആൽഫ. ഇതിന് ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോഴത്തേക്കും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി ആൽഫ ബൈ ഡി എക്സ് എന്ന് വരും. ഓക്കെ, അത് ഇക്വേഷൻ 2 ആയിട്ട് കൊടുത്തു. ഇക്വേഷൻ 2 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ ഡി ആൽഫ ബൈ ഡി എക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/r എന്ന് എഴുതാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/r. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ
പോർഷനിൽ നമ്മൾ ബെൻഡിങ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാണ്. M/A = σ/y = E/R എന്ന്. ആ റിലേഷനും കൂടെ ഇവിടെ എടുക്കുവാണ്. ഓക്കെ, M/I = E/R. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് 1/R നമുക്ക് എഴുതാം അല്ലേ. 1/R ഇതിൻ്റെ അകത്തുനിന്ന് എഴുതുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്? 1/R = M/EI എന്ന് വരും. 1/R = M/EI എന്ന് വരും. കണ്ടോ, M/I = E/R, 1/R എഴുതുമ്പോഴത്തേക്ക് M/EI എന്ന് വരും. ഓക്കെ, ഇത് ഇക്വേഷൻ 4 ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 4ഉം തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്ത ഇക്വേഷൻ 3ഉം, ഓക്കെ, ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 3ഉം തമ്മിൽ കമ്പയർ ചെയ്യുവാണ്. കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും d²/dx² = M/EI. ഓക്കെ, അല്ലെങ്കിൽ M = EI d²/dx² എന്ന് വരും അല്ലേ. M = EI d²/dx². ഓക്കെ, ഇതിൽ M എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് അല്ലേ. നമ്മൾ ഏത് സെക്ഷനാണോ കൺസിഡർ ചെയ്യുന്നത് ആ സെക്ഷനിലെ ബെൻഡിങ് മൊമെൻ്റ് ആണ് M എന്ന് പറയുന്നത്. ഓക്കെ, EI എന്ന് പറയുന്നത് E വന്നിട്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും I എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഫോർ ദി ക്രോസ് സെക്ഷൻ അല്ലേ. ആ ക്രോസ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ Iയും E എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ഫോർ ദി മെറ്റീരിയൽ. ഓക്കെ, അപ്പം EI d²/dx². ഈ ഒരു റിലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. ഓക്കെ, അപ്പം ഈ റിലേഷനിൽ ഏതൊക്കെയാണ് കണക്ട് ആവുന്നത്? സ്ലോപ്പ്, ഡിഫ്ലക്ഷൻ ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ. ഇതിന് നമ്മൾ ജനറലി ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് റേഡിയസ് ഓഫ് കർവേച്ചർ ലാസ്റ്റ് റിലേഷനിൽ വരുന്നില്ല. ഇത് വന്നിട്ട് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ കേട്ടോ. ഡിഫ്ലക്ഷൻ ഇക്വേഷൻ M = EI d²/dx². ഓക്കെ, അപ്പം ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കും. ഇതിൽ പ്രോഡക്റ്റ് ഓഫ് E ആൻഡ് I അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെക്ചറൽ റിജിഡിറ്റി. ഓക്കെ, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഫ്ലെക്ചറൽ റിജിഡിറ്റി? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെയും പ്രോഡക്റ്റ്. ഓക്കെ, അതിനെയാണ് ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മെക്കോളൈസ് മെത്തേഡ്. അതിനെ തന്നെയാണ് നമ്മൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അതായത് 2 തവണ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ M = EI d²/dx² എന്ന് പറയുന്ന ഇക്വേഷനെ 2 തവണ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ലോപ്പിൻ്റെയും ഡിഫ്ലക്ഷൻ്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ വഴി നമ്മൾ മെക്കോളൈസ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്സ് ടു കാൽക്കുലേറ്റ് ഡിഫ്ലക്ഷൻ യൂസിങ് മെക്കോളൈസ് മെത്തേഡ് അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കൺസിഡർ ചെയ്യുന്ന ബീം എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൺസിഡർ ചെയ്യുന്ന ബീം എന്ന് പറയുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, ലെഫ്റ്റ് എൻഡ് എയും റൈറ്റ് എൻഡ് വന്നിട്ട് ബീം, 2 സപ്പോർട്ട്സ്. ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ലെങ്ത്. ഓക്കെ, ലെഫ്റ്റ് എൻഡ് സപ്പോർട്ടിൽ നിന്ന് A1 ഡിസ്റ്റൻസ് മാറിയിട്ട് W1 എന്ന് പറയുന്ന പോയിന്റ് ലോഡ്. ഓക്കെ, പിന്നെ ലെഫ്റ്റ് എൻഡ് സപ്പോർട്ടിൽ നിന്ന് A2 ഡിസ്റ്റൻസ് മാറിയിട്ട് ഇവിടെ W2 എന്ന് പറയുന്ന സെക്കൻഡ് ലോഡ്, അതും ഒരു പോയിന്റ് ലോഡ്. ഓക്കെ, അപ്പം മെക്കോളൈസ് മെത്തേഡിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ സ്റ്റെപ്പ് 1 നോക്കുവാണെങ്കിൽ കാൽക്കുലേറ്റ് RA ആൻഡ് RB എന്ന് പറയുന്നത് എന്താണ്? സപ്പോർട്ട് റിയാക്ഷൻസ് അല്ലേ. കാരണം സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണല്ലോ. ക്യാൻഡിലിവറിലാണെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഓക്കെ, ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? സപ്പോർട്ട് റിയാക്ഷൻസ് RA RB കാൽക്കുലേറ്റ് ചെയ്യും. RA ആൻഡ് RB. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. σFE = 0 σMA അല്ലേ. ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് എനി വൺ ഓഫ് ദി പോയിന്റ് σMA = 0. ഓക്കെ, ശരി. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ ടേക്ക് സെക്ഷൻ XX, ഒരു പുതിയ സെക്ഷൻ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ x ഫ്രം ദി ലെഫ്റ്റ് എൻഡ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് എൻഡ് സപ്പോർട്ട് എടുക്കുക. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്ന കൺവെൻഷനാണ് ലെഫ്റ്റ് എൻഡ് സപ്പോർട്ടിൽ നിന്ന് നമുക്ക് ഒരു സെക്ഷൻ എടുക്കണം അല്ലേ. അപ്പോൾ ലെഫ്റ്റ് എൻഡ് സപ്പോർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഒരു സെക്ഷൻ എടുക്കാൻ പോകണം. ഇവിടെ സെക്ഷൻ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 ലോഡ്സും കൺസിഡർ ചെയ്യാതെ ആയിപ്പോകും അല്ലേ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സെക്ഷൻ പ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോഡ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. W1 എന്ന് പറയുന്ന ലോഡ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ W2 കൺസിഡർ ചെയ്യാതെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഏറ്റവും ദൂരത്തേക്ക് മാറിയിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മുടെ സെക്ഷൻ XX കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പം ലെഫ്റ്റ് എൻഡ് എയിൽ നിന്ന് W1 കഴിഞ്ഞു, W2 കഴിഞ്ഞു. ഓക്കെ, എല്ലാ ലോഡുകളും കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ സെക്ഷൻ കൺസിഡർ ചെയ്യും. ഇനി ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ കൂടെ കൺസിഡർ ചെയ്തിട്ട് സെക്ഷൻ കൺസിഡർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അത് ബീമിന് പുറത്തായി പോകും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഫസ്റ്റ് W1 ക്രോസ് ചെയ്തു, W2 ക്രോസ് ചെയ്തു. ഓക്കെ, ഇനിയുള്ളത് ആകെ കൂടി സപ്പോർട്ട് റിയാക്ഷൻ കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ റീജിയനിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു സെക്ഷൻ XX. അപ്പോൾ അതിൽ ഇവിടെ റാൻഡമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു റീജിയനിൽ ഒരു സെക്ഷൻ XX വരയ്ക്കുവാണ്. സെക്ഷൻ XX.
ഓക്കെ, അപ്പം ഈ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, ഈ കൺസിഡർ ചെയ്ത സെക്ഷൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ടിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്തത്. ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ടിൽ നിന്ന് സ്മോൾ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ കൺസിഡർ ചെയ്യേണ്ട പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ടേക്ക് സെക്ഷൻ എക്സ് അറ്റ് ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എക്സ് ഫ്രം ലെഫ്റ്റ് ഹാൻഡ് എ, എക്സ് അറ്റ് എക്സ്ട്രീം ഫാർ എൻഡ് ഫ്രം എ, എയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരത്തിൽ വേണം എന്ത് ചെയ്യാൻ എക്സ് കൺസിഡർ ചെയ്യും. അതിപ്പോൾ ഇവിടെ വെച്ചാലും എന്താണ് സെയിം ആണ് അല്ലേ? ഈ റീജിയനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സെക്ഷൻ എക്സ് വയ്ക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ റീജിയനിലായിട്ട് വെക്കുന്നതേ ഉള്ളൂ, ഈ റീജിയനിലായിട്ട് ഇവിടെ വെച്ചു. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് സെക്ഷൻ എക്സ്. ഇത് ഈ സെക്ഷൻ വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സെക്ഷൻ വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എടുക്കുന്ന കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് മൊമെൻറ്റുകൾ. ഓക്കെ, ക്ലോക്ക് വൈസ് മൊമെൻറ്റുകൾ നമ്മൾ പോസിറ്റീവായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റുകൾ, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരും അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റുകൾ വന്നിട്ട് നെഗറ്റീവായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് മൊമെൻറ്റുകൾ പോസിറ്റീവായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് വന്നിട്ട് നെഗറ്റീവായിട്ടും. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് മൊമെൻറ്റും ഇത് വന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻ കൺവെൻഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി സെക്ഷൻ എക്സിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് മൊമെൻറ്റ് എടുക്കുമ്പോൾ എം എക്സ് അല്ലേ? എം എക്സ് ഈക്വൽ ടു ആർ എ ഇൻറ്റു എക്സ്. അപ്പോൾ ഞാൻ ഈ സെക്ഷനിൽ മൊമെൻറ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ലെഫ്റ്റ് ഹാൻഡിൽ നിൽക്കുന്ന ഈ ലോഡ് ആർ എ ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നിൽക്കുന്നത് എക്സ് അല്ലേ? എങ്ങനെയാണ് ഈ പെന്നിലേക്ക് വരുന്നത്? ആർ എ ഇൻറ്റു എക്സ് ക്ലോക്ക് വൈസ് ആയിട്ടാണ്, അതുകൊണ്ടാണ് അത് പോസിറ്റീവായിട്ട് എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ഡബ്ല്യു വൺ ഇൻറ്റു ഇത്രയും ഡിസ്റ്റൻസ്, ഈ രണ്ട് പെന്നും, ഇത് സെക്ഷൻ്റെ പെന്നാണ്. ഓക്കെ, സെക്ഷനും ഇത് ലോഡിൻ്റെ പെന്ന്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പെന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡബ്ല്യു വൺ ഇൻറ്റു ടോട്ടൽ എക്സ് അല്ലേ? അവിടെ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യുന്നു? എ വൺ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സ്പേസ് കിട്ടും അല്ലേ? ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഡബ്ല്യു വൺ ഇൻറ്റു എക്സ് മൈനസ് എ വൺ, ഡബ്ല്യു വൺ ഇൻറ്റു എക്സ് മൈനസ് എ വൺ. അതേ കണക്ക് തന്നെ അടുത്തത് എടുക്കുമ്പോഴത്തേക്കും ഡബ്ല്യു ടു ഇൻറ്റു എക്സ് മൈനസ് എ ടു. ഓക്കെ, അപ്പം ആർ എ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് പോസിറ്റീവായിട്ട് എടുത്ത്, മറ്റ് രണ്ടെണ്ണം എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു? ഡബ്ല്യു വൺ ഇൻറ്റു എക്സ് മൈനസ് എ വണ്ണും ഡബ്ല്യു ടു ഇൻറ്റു എക്സ് മൈനസ് എ ടു എന്ന് പറയുന്നത് രണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ഇത് ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ? ഇവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മൊമെൻറ്റ്സും കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒരു സെക്ഷൻ ലൈൻ കൊണ്ട് അതിനെ പാർട്ടീഷൻ ചെയ്തോളണം. ഓരോ മൊമെൻറ്റ്സും കഴിയുമ്പോഴത്തേക്കും അതിനെ സെക്ഷൻ ലൈൻ കൊണ്ട് പാർട്ടീഷൻ. അപ്പോൾ ആദ്യത്തെ മൊമെൻറ്റ് ആർ ഇൻറ്റു എക്സ് അല്ലേ? ആർ ഇൻറ്റു എക്സ് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു സെക്ഷൻ ലൈൻ വരയ്ക്കുക. പിന്നെ മൈനസ് ഡബ്ല്യു വൺ ഇൻറ്റു എക്സ് മൈനസ് എ വൺ ആണ് സെക്കൻഡ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു സെക്ഷൻ ലൈൻ. അപ്പോൾ ഓരോ മൊമെൻറ്റ്സിനെ എന്ത് ചെയ്തു? പാർട്ടീഷൻ ചെയ്ത് നിർത്തുക. ഓക്കെ, മൊമെൻറ്റിൽ ഈ പറയുന്ന മെത്തേഡിൽ ഫോളോ ചെയ്യേണ്ട ഒരു അപ്രോച്ചാണ്. ഓക്കെ, ശരി. അപ്പോൾ എം എക്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഇ എ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അതിൻ്റെ ഡെറിവേഷനാണ് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഈക്വൽ ടു ആർ എ ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്യുക? സെക്ഷൻ ലൈൻസ് കൊടുക്കുക അല്ലേ? ഓരോ മൊമെൻറ്റ്സിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുക. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. ഇനി ഇൻറ്റഗ്രേറ്റിംഗ് ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ ഇൻ 1 അല്ലേ? ഈ തൊട്ട് മുമ്പത്തെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ആർ എ എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, ഈ സെക്കൻഡ് ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഡബ്ല്യു വൺ ബൈ 2 ഇൻറ്റു എക്സ് മൈനസ് എ വൺ ദി ഹോൾ സ്ക്വയർ അല്ലേ? മൈനസ് ഡബ്ല്യു വൺ ഇൻറ്റു എക്സ് മൈനസ് എ വണ്ണിൻ്റെ ഇൻറ്റഗ്രേഷൻ ഈ തരത്തിലാണ്. ഓക്കെ, മൈനസ് ഡബ്ല്യു വൺ ഇൻറ്റു എക്സ് മൈനസ് എ വൺ ദി ഹോൾ സ്ക്വയർ ബൈ 2 അല്ലേ? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഡബ്ല്യു ടു ഇൻറ്റു എക്സ് മൈനസ് എ ടു ദി ഹോൾ സ്ക്വയർ ബൈ 2 എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കൂടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ആ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ അവിടെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്തായിരുന്നു? ആർ എ എക്സ് സ്ക്വയർ ബൈ 2 ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ തന്നെ അവിടുത്തെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ C1 അങ്ങ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതാണ് മെത്തേഡിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ C1 എന്ന് പറയുന്നത് എന്താണ്? ഈ എല്ലാ ടേംസിനും എന്തായിട്ട് വരും? ഈക്വലായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ലാസ്റ്റിൽ പ്ലേസ് ചെയ്യരുത്. മെത്തേഡിൻ്റെ പ്രത്യേകതയാണ് ഫസ്റ്റ് എന്താണ് ഇൻറ്റഗ്രൽ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ അവിടെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എടുക്കുക. ഈ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് വാലിഡ് ഫോർ ദി റിമൈനിങ് വാല്യൂസ് ഓൾസോ. നെക്സ്റ്റ് ഇൻറ്റഗ്രേറ്റിംഗ് ദി ഇക്വേഷൻ 2 അല്ലേ? ഇപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഒരു തവണയും കൂടെ നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക.
ഓക്കെ. അപ്പം ലെഫ്റ്റ് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ EI/dy/dx ആയിരുന്നു അല്ലേ. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ dy/dx എന്നുള്ളത് മാറിയിട്ട് എന്താവും EIy എന്ന് വരും. പിന്നെ 6x²/2നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6x²നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3 എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. 2 × 3 വന്നിട്ട് 6 എന്നാവും. ഓക്കെ. C1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് C1x അല്ലേ. പിന്നെ ഇത്തവണത്തെ ഒരു C2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ അതും എന്ത് തന്നെ തുടക്കം തന്നെ കൊടുക്കുക അല്ലേ. തുടക്കം തന്നെ ആ ഒരു ഇൻറ്റഗ്രേഷനും കൂടെ അപ്ലൈ ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് അവിടെ ആ സെക്ഷൻ ലൈൻ അങ്ങ് വരച്ചോളും. ഓക്കെ. സെക്ഷൻ ലൈൻ കഴിഞ്ഞിട്ട് -W1 അല്ലേ x-a1 ഹോൾ സ്ക്വയർ ആണ്. അതിൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x-a1^6 ഓക്കെ. x-a1^6. നെക്സ്റ്റ് വീണ്ടും അടുത്ത സെക്ഷൻ ലൈൻ വരയ്ക്കുക. മൈനസ് ഇതിൻ്റെ ഈ മൈനസ് W2 × x-a2 6 ഇത് ഇക്വേഷൻ 3 ആയിട്ട് എടുക്കുക. ഇക്വേഷൻ 3. ഓക്കെ. അപ്പം ഇതിൽ ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് ഇത് വന്നിട്ട് സ്ലോപ്പിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ. ഇത് വന്നിട്ട് സ്ലോപ്പിൻ്റെ ഇക്വേഷനും ഓക്കെ. ഇത് വന്നിട്ട് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനുമാണ്. സ്ലോപ്പിൻ്റെയും ഡിഫ്ലക്ഷൻ്റെയും ഇക്വേഷൻസ് ആയിക്കഴിഞ്ഞു. ഓക്കെ. കാരണം ഇവിടെ y എന്ന് പറയുന്ന ടേമും ഉണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് എന്തും കിട്ടി നമുക്ക് dy/dx കിട്ടി. ഓക്കെ. അപ്പോൾ സ്ലോപ്പിൻ്റെയും ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ്. പക്ഷേ ഈ ഇക്വേഷനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 2 അൺനോൺസ് നിൽപ്പുണ്ട് അല്ലേ. കോൺസ്റ്റൻസ് ഓഫ് ഇൻറ്റഗ്രേഷൻ വന്നിട്ട് C1ഉം C2 ആയിട്ട് 2 അൺനോൺസ് നിൽപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ആ അൺനോൺസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അൺനോൺസിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വന്നിട്ട് അൺനോൺസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ടു കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് C1 ആൻഡ് C2 അല്ലേ. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നമ്മുടെ ന്യൂമറിക്കലി അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിനും കാൻറ്റിലിവറിനും അതിൻ്റേതായിട്ടുള്ള ബൗണ്ടറി കണ്ടീഷനുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ബീം ഇനിഷ്യലി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു അല്ലേ. ഇവിടെ വന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് എയും ഇവിടെ വന്നിട്ട് റൈറ്റ് ഹാൻഡ് ബി അല്ലേ. അതിൻ്റെ അകത്താണ് നമ്മൾ 2 ലോഡുകൾ W1 W2 എന്ന് പറഞ്ഞ 2 ലോഡുകൾ അപ്ലൈ ചെയ്തത്. ഓക്കെ. ഈ ബീം എങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്തത്? ഈ ബീം ഇതുപോലെ ഡിഫ്ലക്ട് ചെയ്തു വന്നു. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ നോക്കുമ്പം ഈ ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പോയിന്റ് എയിൽ ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ടോ? പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് ഇനിഷ്യലി അവിടെ തന്നെയാണ് നിന്നത്. ലോഡ് വന്നതിന് ശേഷം അത് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ മറ്റ് പോയിന്റ്സ് എല്ലാം താഴത്തേക്ക് വന്നിട്ടുണ്ട് അല്ലേ. മറ്റ് പോയിന്റ്സ് എല്ലാം ഇവിടെ നിന്ന് താഴത്തേക്ക് വന്നിട്ടുണ്ട്. പോയിന്റ് ബി നോക്കുവാണെങ്കിൽ അവിടെ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷൻ ഒരെണ്ണം ഉണ്ടായിരുന്നു അല്ലേ. സെക്ഷൻ വെച്ചിട്ട് വേണം പറയാൻ. സെക്ഷൻ എവിടെയാണ് കൺസിഡർ ചെയ്തത്? നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സെക്ഷൻ കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ. ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സെക്ഷൻ കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ. അപ്പം അറ്റ് പോയിന്റ് എ ബൗണ്ടറി കണ്ടീഷൻസ് ആണ് കേട്ടോ. ബൗണ്ടറി കണ്ടീഷൻസ് പറയുന്നതാണ് അറ്റ് പോയിന്റ് എ. പോയിന്റ് എയിൽ എന്താ പ്രത്യേകത? അറ്റ് പോയിന്റ് എ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാവും? ഈ സെക്ഷൻ ഇങ്ങനെ നീക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലേ അത് പോയിന്റ് എയിലാവത്തുള്ളൂ അല്ലേ. അപ്പോൾ അറ്റ് പോയിന്റ് എ x=0 അല്ലേ. ആ സമയത്ത് അവിടെ സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ എത്രയാണ്? ഡിഫ്ലക്ഷൻ y=0. ഓക്കെ. ഡിഫ്ലക്ഷൻ y=0. പോയിന്റ് എയിൽ എക്സിൻ്റെ വാല്യൂ 0 ആവും. ആ സമയത്ത് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് അതും 0 ആയിരിക്കും. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് ബി അല്ലേ. പോയിന്റ് ബിയിലുണ്ടാകുന്ന എന്താണ്? പോയിന്റ് ബിയിൽ x= അല്ലേ. ഈ സെക്ഷൻ നീക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഇപ്പുറത്തോട്ട് നീക്കിയാണ് ഇവിടെ എത്തുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ സെക്ഷൻ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും എക്സിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും? x=L ആയിട്ട് മാറും അല്ലേ. അറ്റ് പോയിന്റ് ബി x=L y=0 അല്ലേ. അവിടെയും സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ എത്രയാണ്? പോയിന്റ് ബി അവിടെ നിന്ന് മാറിയും. ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? പോയിന്റ് അവിടെ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ പോയിന്റ് ബിയിൽ y=0. ഓക്കെ. ശരി. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂസ് ചെയ്യാൻ പോകുന്ന ബൗണ്ടറി കണ്ടീഷൻ. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂസ് ചെയ്യേണ്ട ബൗണ്ടറി കണ്ടീഷൻസ് ആണ് ഇപ്പം മെൻഷൻ ചെയ്തത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ബൗണ്ടറി കണ്ടീഷൻ കൂടെ വരുന്നുണ്ട്. മാക്സിമം ഡിഫ്ലക്ഷൻ ഉള്ള പോയിന്റ്സിൽ സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. അത് ബൗണ്ടറി കണ്ടീഷൻസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ ബൗണ്ടറി കണ്ടീഷൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം.
ഓക്കെ, അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് ഏതിലൊക്കെയാണ് ഇക്വേഷൻ 2-ലും 3-ലുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ dy/dxൻ്റെ വാല്യൂ വേണം അല്ലേ. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏതിൻ്റെ വാല്യൂ ആണുള്ളത്? വൈയുടെ വാല്യൂ ആണുള്ളത്. പിന്നെ x = 0, y = 0, പിന്നെ x = L, y = 0 അല്ലേ. അപ്പോൾ നമുക്ക് ആകെ യൂസ്ഫുൾ ആവുന്ന ഇക്വേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏത് മാത്രമാണ്? ഈ ഒരു ഇക്വേഷനാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ ഒരു ഇക്വേഷനിൽ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ ഏതാ? അറ്റ് പോയിന്റ് എ വെൻ x = 0, y = 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, ഈ തേർഡ് ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ, ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ആ സമയത്ത് വൈയുടെ വാല്യൂ എത്രയാണ്? 0 അല്ലേ. അപ്പം ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ 0 ആയിപ്പോവും, റൈറ്റ് സൈഡിൽ ഈ ടേം 0 ആയിപ്പോവും അല്ലേ. റൈറ്റ് സൈഡിൽ ഈ ഒരു ടേം 0 ആയിപ്പോവും, ഇത് 0 ആയിപ്പോവും അല്ലേ. ഇവിടെ ഓക്കെ, ഈ സെക്ഷൻ തിരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ സെക്ഷൻസ് ഓരോന്നുമായിട്ട് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളണം, എക്സിൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ടേം എന്തായിപ്പോവും? നെഗറ്റീവായിപ്പോവും അല്ലേ. -a1 എന്ന് വരും. ഓക്കെ, അങ്ങനെ ബ്രാക്കറ്റ്സിന് ഉള്ളിലുള്ള ടേം നമ്മളൊരു വാല്യൂ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്രാക്കറ്റ്സിന് ഉള്ളിലുള്ള ടേം നെഗറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ ആ ടേമിനെ മൊത്തത്തിൽ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് കളയും. മെക്കോളൈസ് മെത്തേഡിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഇവിടെയും എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോഴും ബ്രാക്കറ്റ്സിനുള്ളിലുള്ള ടേം എന്തായിപ്പോവും? -a2 എന്ന് വരും അല്ലേ. അപ്പോൾ അതും എന്താണ്? ബ്രാക്കറ്റിനുള്ളിലുള്ള ടേം നെഗറ്റീവ് വന്നു കഴിഞ്ഞു, അതുകൊണ്ട് അതും എന്ത് ചെയ്തു? നെഗ്ലക്റ്റ് ചെയ്തോളാം അല്ലേ. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നെഗ്ലക്റ്റഡ് അല്ലേ. ഈ വാല്യൂസ് എന്തുകൊണ്ടാണ് നെഗ്ലക്റ്റ് ചെയ്തത്? നെഗ്ലക്റ്റഡ് ബിക്കോസ് അല്ലേ. എന്താ കാരണം? ബിക്കോസ് നെഗറ്റീവ് ടേം റീറ്റെയിൻസ് ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, മെത്തേഡിൻ്റെ പ്രത്യേകതയാണ് ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അങ്ങനെ നെഗറ്റീവ് ടേം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടേമിനെ പിന്നെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ആ മൊത്തം ടേമിനെയും നമ്മൾ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. അപ്പം ഇതിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിപ്പോയി, ഇത് 0 ആയിപ്പോയി, ഇവിടെ ഏതാണ്? എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതും 0 ആയിപ്പോയി. ഓക്കെ, അപ്പം ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് C2ൻ്റെ വാല്യൂ എത്രയായിട്ട് കിട്ടി? 0 ആയിട്ട് കിട്ടി. C2ൻ്റെ വാല്യൂ 0 ആയിട്ട് കിട്ടി അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് തേർഡോ സെക്കൻഡോ ഇക്വേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് C1ൻ്റെ വാല്യൂ കിട്ടും അല്ലേ. അപ്പം ഇത് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ് ഓഫ് C1 ആൻഡ് C2 അല്ലേ. C1 ആൻഡ് C2 ഇൻ ഇക്വേഷൻ 2 ആൻഡ് 3. ഓക്കെ, ഇപ്പോൾ ഇത് ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്. നമ്മുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഇക്വേഷൻ 3-ൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? സ്ലോപ്പ് അല്ലേ. സ്ലോപ്പ് dy/dxൻ്റെ വാല്യൂവും കിട്ടും. ഓക്കെ, കോൺസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? dy/dxൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വൈയുടെ വാല്യൂവും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ മാറ്റി മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് അതത് പോയിൻറ്റ്സിലെ സ്ലോപ്പും ഡിഫ്ലക്ഷൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഹെൻസ് വി ഗെറ്റ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ റെസ്പെക്റ്റീവ്ലി, ആൻഡ് ഫ്രം we can calculate the value for slope dy/dx and deflection y at any point. ഏത് പോയിന്റിൽ വേണമെങ്കിലും കിട്ടും, at any point. ഓക്കെ, പക്ഷേ C1ൻ്റെ C2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഏതൊരു പോയിന്റിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് നിക്കോളൈസ് മെത്തേഡ് വെച്ചിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കാൻഡിലിവർ ബീംസിലും ചെയ്യാൻ പറ്റും. ഓക്കെ, കാൻഡിലിവർ ബീമിലാകുമ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കാണത്തില്ല. സപ്പോർട്ട് റിയാക്ഷൻ RA/RB കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണ്ടി വരത്തില്ല. ഓക്കെ, ശരി. നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, അപ്പം സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിലും കാൻഡിലിവർ ബീം ആണെങ്കിലും നമ്മൾ മെക്കോളൈസ് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കോൺസ്റ്റൻസ് ഓഫ് ഇൻറ്റഗ്രേഷൻ C1ൻ്റെയും C2ൻ്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂസ് ചെയ്യുന്നതും കാൻഡിലിവർ ബീമിൽ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഞാനൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം AB കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ് RA/RB എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ബീമിൻ്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് L ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പം ഞാൻ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന എക്സാമ്പിളിൽ ഒരു പോയിന്റ് ലോഡും ഒരു UDL-ഉമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? മെക്കോളൈസ് മെത്തേഡിൽ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നല്ലോ അല്ലേ. അപ്പം ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഏറ്റവും ദൂരത്ത് മാറിയിട്ട് വേണം എന്ത് കൺസിഡർ ചെയ്യാനായിട്ട്? സെക്ഷൻ കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ W1 കൺസിഡർ ചെയ്യാതെ പോകും. ഇവിടെയാണെങ്കിലോ ആ UDL കൺസിഡർ ചെയ്യാതെ പോകും
അല്ലേ. അപ്പോൾ യു ഡി എല്ലും കൂടെ ക്രോസ് ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് വേണം എന്ത് കൺസിഡർ ചെയ്യാനായിട്ട്, നമ്മൾ അവിടുത്തെ സെക്ഷൻ കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷനിലായിട്ട് സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഏറ്റവും ദൂരത്ത് മാറിയിട്ട് വേണം എന്ത് കൺസിഡർ ചെയ്യാൻ, സെക്ഷൻ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസാണ് മാറിയിരിക്കുന്നത്, സ്മോൾ ലെറ്റർ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സ്മോൾ ലെറ്റർ എക്സ് ഡിസ്റ്റൻസ് മാറിയതിന് ശേഷം സെക്ഷൻ എക്സ്. ഓക്കെ, ശരി. അപ്പം ഇനി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് നോക്കുമ്പോഴത്തേക്കും ബൗണ്ടറി കണ്ടീഷൻസ് അറ്റ് സപ്പോർട്ട്സ് എ ആൻഡ് ബി വേണം പറയാം, അല്ലേ. സിംപ്ലി സപ്പോർട്ടഡ് ബീമിലാകുമ്പോൾ സപ്പോർട്ട്സിലുള്ള ബൗണ്ടറി കണ്ടീഷനാണ് പറയുന്നത്, അല്ലേ. അപ്പോൾ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ 1 എന്ന് പറയുന്നത് എന്താണ്, അറ്റ് പോയിന്റ് ഇ, അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ടിലാകുമ്പോഴത്തേക്കും ഈ സെക്ഷൻ എക്സിൻ്റെ വാല്യൂ, അല്ലേ, സെക്ഷൻ എക്സ് എവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു, പോയിന്റ് എയിൽ വയ്ക്കുന്നു. ആ സമയത്ത് എക്സിൻ്റെ വാല്യൂ എത്രയാവും, 0 ആവും, അല്ലേ. പോയിന്റ് എയിൽ ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ടോ, പോയിന്റ് എ ലോഡിങ്ങിന് മുമ്പ് എവിടെയാണോ നിന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പോയിന്റ് എയിൽ പിന്നെ എക്സ് ഈക്വൽ ടു 0, അല്ലേ, പിന്നെ എക്സ് ഈക്വൽ ടു 0 ഡിഫ്ലക്ഷൻ വൈ എ ഈക്വൽ ടു 0, അറ്റ് എക്സ് ഈക്വൽ ടു 0 ഡിഫ്ലക്ഷൻ വൈ എ ഈക്വൽ ടു 0, പോയിന്റ് എയിലുള്ള ഡിഫ്ലക്ഷൻ 0. നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ 2 എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് ബി, സെക്കൻഡ് സപ്പോർട്ടിൽ, അല്ലേ. പോയിന്റ് ബിയിലാകുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടെയാണ് സെക്ഷൻ നിൽക്കുന്നത്, പോയിന്റ് ബിയിൽ സെക്ഷൻ കൊണ്ടുവയ്ക്കുന്നത്, അല്ലേ. പോയിന്റ് ബിയിൽ സെക്ഷൻ വയ്ക്കുമ്പോഴത്തേക്കും ഈ എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്ത് ഇത്രത്തോളം വരുവാണ്, അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറിയിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ L ആയിട്ട് മാറിയിട്ടുണ്ട്, അല്ലേ. അപ്പോൾ അറ്റ് പോയിന്റ് ബി വെൻ എക്സ് ഈക്വൽ ടു L ഡിഫ്ലക്ഷൻ വൈ ബി ഈക്വൽ ടു 0, അല്ലേ. പോയിന്റ് ബിയിലുള്ള ഡിഫ്ലക്ഷനും എത്ര തന്നെയാണ്, 0 തന്നെയാണ്. ഓക്കെ, ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമുക്കൊരു അഡീഷണൽ ബൗണ്ടറി കണ്ടീഷൻ കൂടെ യൂസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, ശ്രദ്ധിക്കുക, ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് മാത്രമാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്, കാൻറ്റിലിവറിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഫോർ പോയിന്റ് ഹാവിങ് മാക്സിമം ഡിഫ്ലക്ഷൻ. അപ്പം ഈ ഒരു ബീമിൻ്റെ ഡിഫ്ലക്ഷൻ കർവ് നോക്കുകയാണെങ്കിൽ ബീം ഡിഫ്ലക്ട് ചെയ്ത് ഇവിടെ നിന്ന് എങ്ങോട്ടാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഡിഫ്ലക്ട് ചെയ്ത് നിൽക്കുവാണ്, അല്ലേ. അപ്പം ആ ഡിഫ്ലക്ഷൻ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിട്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, മാക്സിമം ഡിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഏകദേശം ഇവിടെ ആയിട്ടാണ് മാക്സിമം ഡിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം ഡിഫ്ലക്ഷൻ സംഭവിച്ച പോയിന്റിൽ നമ്മൾ സ്ലോപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സ്ലോപ്പ് കൺസിഡർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ആദ്യം ആ പോയിന്റിലൂടെ ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കുക, പിന്നെ അവിടെ ആ പോയിന്റിലുള്ള ഇലാസ്റ്റിക് കർവിൻ്റെ ആ ഒരു റീജിയനിലൂടെ എന്ത് ചെയ്യുക, ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ വരയ്ക്കുമ്പോഴത്തേക്കും ഈ പോയിന്റിലൂടെയുള്ള ഹൊറിസോണ്ടലും ആ പോയിന്റിലൂടെയുള്ള ടാൻജൻറ്റും ഒരേ ലൈനായിട്ട് വരും, അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിട്ട് വരും ഈ പോയിന്റിൽ. ഓക്കെ, അപ്പം പോയിന്റ് ഹാവിങ് മാക്സിമം ഡിഫ്ലക്ഷൻ, അല്ലേ. പോയിന്റ് ഹാവിങ് മാക്സിമം ഡിഫ്ലക്ഷൻ ഏതാണ്, വൈ മാക്സ് ഉള്ള അടുത്ത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ പോയിന്റിലാണ് മാക്സിമം വരുന്നത്, അവിടുത്തെ സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സ്ലോപ്പ് dy/dx അറ്റ് ദാറ്റ് പോയിന്റ് വിൽ ബി 0, കേട്ടോ. മാക്സിമം അല്ല, സ്ലോപ്പ് dy/dx അറ്റ് ദാറ്റ് പോയിന്റ് വിൽ ബി 0. ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, അപ്പം 3 ബൗണ്ടറി കണ്ടീഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്, അറ്റ് പോയിന്റ് എ വെൻ എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0, പിന്നെ അറ്റ് പോയിന്റ് ബി വെൻ എക്സ് ഈക്വൽ ടു L വൈ ബി ഈക്വൽ ടു 0, അല്ലേ. പിന്നെ അടുത്തത് അറ്റ് ദി പോയിന്റ് ഓഫ് മാക്സിമം ഡിഫ്ലക്ഷൻ. ഓക്കെ, ഈ പോയിന്റ് അറ്റ് ദി പോയിന്റ് ഓഫ് മാക്സിമം ഡിഫ്ലക്ഷൻ സ്ലോപ്പ് ഈക്വൽ ടു 0, അല്ലേ, സ്ലോപ്പ് ഈക്വൽ ടു 0. നെക്സ്റ്റ് കാൻറ്റിലിവറിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു കാൻറ്റിലിവർ ബീം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ഈ തരത്തിലെല്ലാം ലോഡ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. ഇവിടെ W1 എന്ന് പറയുന്ന ലോഡ്, ഓക്കെ, ഇവിടെ ഒരു UDL കൂടെ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ലോഡിങ് ഏത് തരത്തിൽ വേണമെങ്കിലും വരാം. ബൗണ്ടറി കണ്ടീഷൻസ് ഈ തരത്തിൽ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. W പെർ ലെങ്ത്തിൻ്റെ ഒരു UDL കൂടെ. ഓക്കെ, അപ്പം ലോഡ് വരുന്നതിന് മുമ്പ് കാൻറ്റിലിവർ ബീം ഓക്കെ ഇതുപോലെ നിൽക്കുമായിരുന്നു. ഞാനിപ്പം റൈറ്റ് എൻഡ് സപ്പോർട്ട് ചെയ്ത് നിർത്തുവാണ്, ഓക്കെ, ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ട് ചെയ്ത് നിർത്തുവാണ്, എന്നിട്ട് ഇവിടെ ആയിട്ട് എന്ത് ചെയ്യണം, ലോഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനിഷ്യലി ഇത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു, ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ഇത് എന്ത് ചെയ്തു, ഇതുപോലെ ഡിഫ്ലക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡിഫ്ലക്റ്റഡ് പൊസിഷനാണ് AB' എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ കാൻറ്റിലിവർ ബീമിൻ്റെ കേസിൽ ഈ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് വേണം ബൗണ്ടറി കണ്ടീഷൻ പറയാൻ, അല്ലേ. അപ്പം ഇതിങ്ങനെ ലോഡ് വന്നു കഴിഞ്ഞ് ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സപ്പോർട്ടിൻ്റെ അവിടെ എന്ത് സംഭവിച്ചിട്ടില്ല, ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടില്ല. സപ്പോർട്ടിൻ്റെ സ്ലോപ്പും എത്ര തന്നെയായിരിക്കും, 0 തന്നെയായിരിക്കും. ഓക്കെ, അറ്റ് ഫിക്സഡ് എൻഡ്. ഓക്കെ, ഫിക്സഡ് എൻഡാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഏത് എ എന്ന് പറയുന്ന പോയിന്റ്. അത് പോയിന്റ് എയിൽ വരുമ്പോഴത്തേക്കും വെൻ എക്സ് ഈക്വൽ ടു L, അല്ലേ. ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത്, വെൻ എക്സ് ഈക്വൽ ടു L, അല്ലേ. അപ്പം ഇവിടെ സെക്ഷൻ തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ എൻഡിൽ നിന്ന് മാറിയിട്ട് വേണം സെക്ഷൻ തിരിക്കാൻ. ഓക്കെ, ഫ്രീ എൻഡിൽ നിന്ന് മാറിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെക്ഷൻ തിരിക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീ എൻഡിൽ നിന്നിട്ട് ഇവിടെ നിന്ന് ഒരു സെക്ഷനുമായിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ സെക്ഷൻ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം W1 കൺസിഡർ ചെയ്യാതെ പോകും. ഇവിടെ വച്ച് കഴിഞ്ഞാൽ UDL കൺസിഡർ ചെയ്യാതെ പോകും. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ 2 ലോഡുകൾ, അല്ലേ. ഇപ്പം നമ്മുടെ സിറ്റുവേഷനിൽ 2 ലോഡാണുള്ളത്. അപ്പോൾ ഉള്ള എല്ലാ ലോഡുകളും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും എക്സ്ട്രീം എൻഡിൽ വെയിറ്റ് വേണം എന്ത് ചെയ്യാൻ, സെക്ഷൻ പ്ലേസ് ചെയ്യാൻ.
ഓക്കെ, അപ്പോൾ ക്യാൻഡിലിവർ ബീമിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് സെക്ഷൻ തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ ഈസ് കൺസിഡേർഡ് അറ്റ് ദി ഫാർദസ്റ്റ് എൻഡ് ഫ്രം ഫ്രീ എൻഡ് കേട്ടോ. ഫാർദസ്റ്റ് സെക്ഷൻ അല്ലേ, സെക്ഷൻ എപ്പോഴും എവിടെ എടുക്കുന്നു, ഇവിടെ ഫ്രീ എൻഡിൽ നിന്ന് വേണം എടുക്കേണ്ടത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് സപ്പോർട്ടിൽ നിന്ന് ഏറ്റവും ദൂരത്ത് മാറിയിട്ട്, ക്യാൻഡിലിവറിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും ഫ്രീ എൻഡിൽ നിന്ന് ഏറ്റവും ദൂരത്ത് മാറിയിട്ട് വേണം സെക്ഷൻ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബീമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് എൽ ലെങ്ത് ഉണ്ടായിരുന്നു. ഓക്കെ, സെക്ഷൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫ്രീ എൻഡിൽ നിന്ന് വേണം അളക്കാൻ അല്ലേ. അപ്പോൾ ഫ്രീ എൻഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ട്, ഫ്രീ എൻഡിൽ നിന്ന് സ്മോൾ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സെക്ഷൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പോയിന്റ് എ അല്ലേ, നമ്മുടെ ഫിക്സഡ് പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും എക്സിൻ്റെ വാല്യൂ എത്രയാവും, ഇപ്പോൾ സെക്ഷൻ ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ. ഫിക്സഡ് എൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എക്സിൻ്റെ വാല്യൂ വീണ്ടും ഇൻക്രീസ് ചെയ്ത് എത്രയ്ക്ക് ഈക്വലാവും, എല്ലിന് ഈക്വലാവും അല്ലേ. വെൻ എക്സ് ഈക്വൽ ടു എൽ സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 അല്ലേ. കാരണം ഇത് ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ, ഈ എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ എന്തായാലും ഡിഫ്ലക്ഷൻ ഉണ്ടാകത്തില്ല. ഈ പോയിന്റിലൂടെ ഞാൻ എന്ത് ചെയ്യണം, ഇലാസ്റ്റിക് കർവിന് ഒരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പും എത്ര തന്നെയായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അപ്പം രണ്ട് കണ്ടീഷൻസ്. അപ്പോൾ അവിടെ ഫിക്സഡ് എൻഡിൽ സ്ലോപ്പും അല്ലേ, ഫിക്സഡ് എൻഡിൽ വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ എല്ലാം ആ സമയത്ത് സ്ലോപ്പിൻ്റെ വാല്യൂ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ ഫിക്സഡ് എൻഡിൽ എക്സിൻ്റെ വാല്യൂ വീണ്ടും എൽ തന്നെയായിരിക്കും. ആ സമയത്ത് ഡിഫ്ലക്ഷൻ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് ഏതാണ് വൈ എന്ന് പറയുന്നത്, അത് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ 1, ഇത് വന്നിട്ട് ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ 2. ഓക്കെ, ഇത് നോക്കുവാണെങ്കിൽ തന്നെ നമുക്കറിയാം മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഈ പോയിന്റിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ അല്ലേ, മാക്സിമം ഡിഫ്ലക്ഷൻ. പക്ഷേ അവിടെ നമുക്ക് എന്താണ് സ്ലോപ്പ് 0 ആണെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ക്യാൻഡിലിവറിൻ്റെ കേസിലാകുമ്പോൾ ഇവിടെ സ്ലോപ്പ് 0 ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ പോയിന്റിലൂടെ ഞാനൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജൻറ്റ് ഇങ്ങനെ പോകും അല്ലേ. ഈ പോയിന്റിലൂടെ ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയും പോകും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ട് അല്ലേ, തീറ്റ മാക്സ് ആയിരിക്കും, അവിടുത്തെ സ്ലോപ്പ് ആയിരിക്കും മാക്സിമം വരും. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ സിംപ്ലി സപ്പോർട്ടഡ് ബീമുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിലാകുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ ഉള്ളിടത്ത് സ്ലോപ്പ് 0 ആയിരിക്കും അല്ലേ. ഇവിടെ ആകുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ ഉള്ളിടത്ത് സ്ലോപ്പ് എന്താണ്, ഫ്രീ എൻഡിലാണ്. ഇവിടെ മാക്സിമം ഡിഫ്ലക്ഷൻ, അവിടെ സ്ലോപ്പ് മാക്സിമം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ശരി, അപ്പോൾ ഇതാണ് ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് C1 ആൻഡ് C2, ടു ഫൈൻഡ് C1 ആൻഡ് C2 കോൺസ്റ്റൻസ് ഓഫ് ഇൻറ്റഗ്രേഷൻ C1 ആൻഡ് C2 ഇൻ മെക്കോളൈസ് മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നത്. C1 C2 കണ്ടുപിടിക്കേണ്ട മെത്തേഡാണ്. ഓക്കെ, അപ്പം മെക്കോളൈസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുന്ന ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പ്രോബ്ലം എന്നുള്ള രീതിക്ക് കേസ് 1 എടുക്കുവാണ്. ക്യാൻഡിലിവർ വിത്ത് ലോഡ് അറ്റ് ഫ്രീ എൻഡ് അല്ലേ, ക്യാൻഡിലിവർ ബീം വിത്ത് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. ഓക്കെ, അപ്പോൾ ക്യാൻഡിലിവർ ബീം ആകുമ്പോഴത്തേക്ക് എന്താ പ്രത്യേകത, ലെഫ്റ്റ് എൻഡ് ഞാൻ സപ്പോർട്ട് ചെയ്ത് നിർത്തുവാണ് അല്ലേ. പോയിന്റ് എ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് പോയിന്റ് ബിയിലായിട്ട് ഇവിടെ ഒരു ഫ്രീ എൻഡിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുകയാണ്. പോയിന്റ് ബി എന്ന് പറയുന്ന ഫ്രീ എൻഡിലായിട്ട് ഒരു ലോഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം അത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു, ലെഫ്റ്റ് എൻഡ് എ, റൈറ്റ് എൻഡ് ബി. ഇനിഷ്യലി ബീം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു അല്ലേ, ഇനിഷ്യലി ബീം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ നിന്ന് എ ബി എന്ന് പറയുന്ന ബീമിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് എൻഡ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് റൈറ്റ് ഫ്രീ എൻഡിൽ വന്നിട്ട് ലോഡ് അപ്ലൈ ചെയ്ത്, ഇതാണ് ഫ്രീ എൻഡ്. ഓക്കെ, ഫ്രീ എൻഡ് ഇത് വന്നിട്ട് ഫിക്സഡ് എൻഡ്. ഓക്കെ, അപ്പം ഈ തരത്തിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്തു, ഡിഫ്ലക്റ്റ് ചെയ്തു A B ഡാഷ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ബീം ഡിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഡ് W ആണ്. ശരി, അപ്പോൾ B to B ഡാഷ് ഇവിടെ ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് എൽ. ഓക്കെ, അപ്പോൾ മെക്കോളൈസ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ക്യാൻഡിലിവർ ബീം ആകുമ്പോൾ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതായിട്ട് വരും, ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സെക്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സെക്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ക്യാൻഡിലിവറിൻ്റെ കേസിലാകുമ്പോൾ ഫ്രീ എൻഡിൽ നിന്ന് ഏറ്റവും ദൂരത്ത് മാറിയിട്ട് വേണം സെക്ഷൻ സെലക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രീ എൻഡിൽ നിന്ന് നമ്മൾ സെക്ഷനുമായിട്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും മറ്റ് ഒരു തരത്തിലുള്ള ലോഡുകളും ബീമിൽ വന്നിട്ടില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു ലോഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ ലോഡെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, സെക്ഷൻ പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയായിട്ട് ഒരു സെക്ഷൻ അങ്ങ് ചൂസ് ചെയ്തു, സെക്ഷൻ XX അല്ലേ. ശരി, ഫ്രീ എൻഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ട്, ഫ്രീ എൻഡിൽ നിന്ന് X ഡിസ്റ്റൻസ് മാറിയിട്ട് സെക്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ നിന്ന് കേട്ടോ, ഇവിടെ നിന്ന് X ഡിസ്റ്റൻസ് മാറിയിട്ട് സെക്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, ശരി, അപ്പം സെക്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്ന മെത്തേഡാണ് കൺസിഡർ സെക്ഷൻ XX അറ്റ് എക്സ്ട്രീം ഫോർ എൻഡ് ഫ്രം B, അതായത് ഫ്രീ എൻഡിൽ നിന്ന് ഡിസ്റ്റൻസ് X മാറിയിട്ട്. ശരി, ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് ദി സെക്ഷൻ XX, ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് സെക്ഷൻ XX അല്ലേ. അപ്പോൾ MX എടുക്കുമ്പോഴത്തേക്കും ഏതാ വരുന്നത്, MX അല്ലേ,
അപ്പം ഇവിടെ വന്നിട്ട് ഈ സെക്ഷൻ്റെ ഈ സെക്ഷനിലുള്ള മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിലാകെ വരുന്ന ലോഡ് നീണ്ട ഈ W ആണ് അല്ലേ. ആകെ വരുന്ന ലോഡ് എന്ന് പറയുന്നത് W ആണ് അല്ലേ. W എത്ര ഡിസ്റ്റൻസ് ആണ് ഈ സെക്ഷൻ പെന്നിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് W നിൽക്കുന്നത്? X ഡിസ്റ്റൻസ്. അപ്പോൾ W ഇൻറ്റു എക്സ്. ഏത് ഓറിയൻറ്റേഷനാണ്? ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നത്. ഇത് ഈ ലോഡ് ഇവിടെ നിന്ന് വന്ന് ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം W ഇൻറ്റു എക്സ് എന്ന് പറയും. W ഇൻറ്റു എക്സ് ആണ് അവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത്. W ഇൻറ്റു എക്സ്. ഓക്കെ, ശരി. അപ്പം ഇവിടെ നമ്മളിപ്പം എടുക്കുന്ന കൺവെൻഷൻ എന്ന് പറയുന്നത് W ഇൻറ്റു എക്സ് നമ്മുടെ മറ്റേ സാഗിങ് ഹോഗിങ് അല്ലേ, അല്ലെങ്കിൽ ക്രൈയിങ് ഓർ സ്മൈലിംഗ് നേച്ചറിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബീം ഇനിഷ്യലി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു അല്ലേ. ഈ ലോഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്തേ? ഇത് നേരെ ഇങ്ങനെ താഴത്തേക്ക് ഡിഫ്ലക്റ്റ് ആയി അല്ലേ. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്ത് നേച്ചറാണ്? ക്രൈയിങ് നേച്ചറാണ് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ ക്രൈയിങ് നേച്ചറിൻ്റെ അല്ലേ, ക്രൈയിങ് നേച്ചർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏത് സൈൻ കൊടുക്കുന്നു? ക്രൈയിങ് നേച്ചർ ആകുമ്പോഴത്തേക്കും മൊമെൻറ്റ് നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കൊടുത്തുവാണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഈ എന്താണ് സ്മൈലിംഗ് നേച്ചർ, ക്രൈയിങ് നേച്ചർ, അല്ലെങ്കിൽ സാഗിങ് ഹോഗിങ് എന്ന് പറയുന്ന കൺവെൻഷൻ കൊടുത്തു വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ MX = -W ഇൻറ്റു എക്സ്. ശരി. അപ്പം മറ്റ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത മൊമെൻറ്റ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെക്ഷൻ തിരിക്കണം അല്ലേ. ഇപ്പം -W1 ഇൻറ്റു എക്സ് -W2 ഇൻറ്റു x2 എന്നുണ്ടായിരുന്നെങ്കിൽ ആ രണ്ട് മൊമെൻറ്റ് വാല്യൂസിനും ഇടയിലായിട്ട് നമ്മളൊരു സെക്ഷൻ ലൈനും കൂടെ വരയ്ക്കണം. ശരി. ഇപ്പോൾ ഇവിടെ ആകെ ഒരു മൊമെൻറ്റേ ഉള്ളൂ. ഇനി MXന് വരെ നമുക്ക് എന്താണ് EI d²/dx² എന്ന് എഴുതാം അല്ലേ. MXന് പകരം EI d²/dx² എന്ന് എഴുതാം. അത് വന്നിട്ട് നമ്മുടെ ഏത് ഇക്വേഷനാണ്? MX = EI d²/dx² എന്ന് പറയുന്നത് നമ്മുടെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ അനുസരിച്ച് അതെഴുതി റൈറ്റ് സൈഡിൽ -W ഇൻറ്റു എക്സ് അല്ലേ. ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റിംഗ് എന്നാണ് കേട്ടോ, ഇൻ്റഗ്രലിൻ്റെ സിമ്പിളാണ്. ഇൻ്റഗ്രേറ്റിംഗ് EI dy/dx ആവും അല്ലേ, = -W ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 എന്ന് വരും അല്ലേ. കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുക്കുക C1. ഓക്കെ, ശരി. വീണ്ടും ഒരു തവണ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ EI അല്ലേ y അല്ലേ dy/dx എന്നുള്ളത് y ആയിട്ട് മാറി = -W x² എന്നുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ / 2 × 3 വരും അല്ലേ. അപ്പോൾ അത് 6 + C1x + C2 അല്ലേ. ഇത് ഇക്വേഷൻ 1 ആയിട്ടും ഇത് ഇക്വേഷൻ 2 ആയിട്ടും എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കാൻറ്റിലിവറിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിക്സഡ് എൻഡിൽ വന്നിട്ട് എന്താണ്? ഡിഫ്ലക്ഷൻ 0 അല്ലേ. ഫിക്സഡ് എൻഡിൽ വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ എല്ലാം ആ സമയത്ത് ഡിഫ്ലക്ഷൻ 0, പിന്നെ എന്താണ് സ്ലോപ്പും 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഡിഫ്ലക്ഷനും 0, സ്ലോപ്പും 0. ശരി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വന്നിട്ട് നമുക്ക് ഈ ബൗണ്ടറി കണ്ടീഷൻസ് എന്ത് ചെയ്യണം? ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് ഈ പറഞ്ഞ രണ്ട് ഇക്വേഷൻ അല്ല, ഇക്വേഷൻ 1 and 2, ഒരെണ്ണം സ്ലോപ്പിൻ്റെ ഇക്വേഷനാണ്, ഇത് വന്നിട്ട് സ്ലോപ്പിൻ്റെ ഇക്വേഷനാണ്. കണ്ടോ, ഇതിൻ്റെ അകത്ത് സ്ലോപ്പിൻ്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സ്ലോപ്പിൻ്റെ ഇക്വേഷനും ഇത് വന്നിട്ട് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനുമാണ്. ഓക്കെ, ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പം സ്ലോപ്പും ഡിഫ്ലക്ഷനും വരുന്ന രണ്ട് ബൗണ്ടറി കണ്ടീഷൻ ഇവിടെ ഉണ്ട് അല്ലേ. സ്ലോപ്പ് വരുന്ന dy/dx 0 ആവുന്നത് y 0 ആവുന്നതായിട്ടുള്ള രണ്ട് ബൗണ്ടറി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ, ഇത് ബൗണ്ടറി കണ്ടീഷൻ 1ഉം ഇത് വന്നിട്ട് ബൗണ്ടറി കണ്ടീഷൻ 2. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഇക്വേഷൻ 1ൽ കൊടുക്കുകയാണ്. ഓക്കെ, അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 1 ഇൻ ഇക്വേഷൻ 1 അല്ലേ. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഇക്വേഷൻ 1ൽ അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും തേണ്ട ഇവിടെ ബൗണ്ടറി കണ്ടീഷൻ 1 എന്താണ്? x = L ആകുമ്പോൾ dy/dx = 0. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സിന് വരെ L കൊടുക്കുക, dy/dx എന്നുള്ളത് 0. ഓക്കെ, അപ്പം ഈ ടേം എന്ന് പറയുന്നത് 0 ആയി മാറും. ഇതെന്ന് പറയുന്നത് -W L²/2 എന്നും വരും അല്ലേ. അപ്പം 0 = -W L²/2 + C1. ഓക്കെ, അതിൽ നിന്ന് C1ൻ്റെ വാല്യൂ എടുക്കുമ്പോഴത്തേക്കും W L²/2. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? അപ്ലൈയിങ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ C1ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് ഇക്വേഷൻസ് രണ്ടും എടുത്തങ്ങ് മാറ്റി എഴുതാം അല്ലേ. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ എന്താവും? EI dy/dx അല്ലേ. ഇക്വേഷൻ 1 ഇങ്ങനെ മാറും. EI dy/dx = -W x²/2 + C1ന് വരെ എന്ത് കൊടുക്കാം? W L²/2 എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെ EI y, അതായത് ഈ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ അതെങ്ങനെ മാറും? EI y = -W x³ / 6
പ്ലസ് C1 പകരം ഈ വാല്യൂ കൊടുക്കുക അല്ലേ, ഇവിടെ C1 പകരം ഈ കിട്ടിയ വാല്യൂ എടുത്ത് കൊടുക്കുക. WL² 2x പ്ലസ് C2 എക്സ് പ്ലസ് C2. ശരി, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഇനി അൺനോൺസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട് അല്ലേ, സ്ലോപ്പിൻ്റെ ഇക്വേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്താണ് ഏത് നിൽക്കുന്നത്, C2 എന്ന് പറയുന്ന അൺനോൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു, അപ്ലൈയിങ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഇൻ ഇക്വേഷൻ ഏത് കൊടുക്കാം, നമുക്ക് ഇത് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇൻ ഇക്വേഷൻ അല്ലെങ്കിൽ ഇത് 3ഉം ഇത് വന്നിട്ട് 4 എന്ന് കൊടുക്കാം. ഇൻ ഇക്വേഷൻ 4 അല്ലേ, ഇക്വേഷൻ 4ൽ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്, എക്സിൻ്റെ വാല്യൂ എല്ലാം ആകുമ്പോൾ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫ്ലക്ഷൻ വൈയുടെ വാല്യൂ എന്തായിപ്പോൾ 0 ആയിപ്പോൾ. ഓക്കെ, ഡിഫ്ലക്ഷൻ വൈയുടെ വാല്യൂ 0 ആകും. എക്സിൻ്റെ വാല്യൂ നമ്മൾ എത്രയും കൊടുക്കണം, എല്ലും കൊടുക്കണം. ഓക്കെ, എക്സിൻ്റെ വാല്യൂ എല്ലും കൊടുക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് 0 = -WL³/6 പ്ലസ് WL³/2 പ്ലസ് C2 അല്ലേ, WL³/2 പ്ലസ് C2. ഇതിൻ്റെ അകത്ത് നിന്ന് C2 സോൾവ് ചെയ്യുമ്പോൾ C2 = -WL³/3 എന്ന് -WL³/3. ഓക്കെ, അപ്പം നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് 2 കോൺസ്റ്റൻസ് ഓഫ് ഇൻറ്റഗ്രേഷൻ C1ഉം C2ൻ്റെയും വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം C1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ നമുക്ക് ഏത് സെക്ഷനിലാണോ അതിൽ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇപ്പോൾ എന്താണ് കിട്ടിയത്, ഇപ്പം ഈ സ്ലോപ്പിൻ്റെ ഇക്വേഷനിൽ C2ഉം കിട്ടി അല്ലേ. അപ്പം നമ്മുടെ 2 ഇക്വേഷൻസ് ഏതൊക്കെയാണ്, EI dy/dx = -WX² പ്ലസ് WL² ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ EI y = മൈനസ് ഈ ഇക്വേഷനിൽ വന്ന മാറ്റമാണ് -WX³ പ്ലസ് WL² 2x. C2 വരെ എന്ത് കൊടുക്കാം, -WL³/3 ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയത് ഡിഫ്ലക്ഷൻ്റെയും സ്ലോപ്പിൻ്റെയും ഇക്വേഷൻ ആയിട്ടുണ്ട്. ഡിഫ്ലക്ഷൻ്റെയും സ്ലോപ്പിൻ്റെയും ഇക്വേഷൻ ആയിട്ടുണ്ട് അല്ലേ. ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക, C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക, ഡിഫ്ലക്ഷൻ്റെയും സ്ലോപ്പിൻ്റെയും ഇക്വേഷൻസ് ആക്കി എടുക്കുക. ഓക്കെ, ഇത് വന്നിട്ട് സ്ലോപ്പിൻ്റെ അല്ലേ, സ്ലോപ്പിൻ്റെ ഇക്വേഷനും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അൺനോൺസ് ഒന്നുമില്ല, C1 C2 എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇത് വന്നിട്ട് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ, ഡിഫ്ലക്ഷൻ സ്ലോപ്പും ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ആയിട്ടുണ്ട്, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. ശരി, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പം മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിഫ്ലക്ഷൻ മാക്സിമം ആവുന്നത് എവിടെയാണ്, അറ്റ് പോയിന്റ് ബിയിലാണ് ഡിഫ്ലക്ഷൻ മാക്സിമം ആവുന്നത് അല്ലേ. അപ്പം മാക്സിമം വാല്യൂ ഓഫ് ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഫൈൻഡ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയും കൂടെ ഉണ്ടായിരുന്നു, ഫൈൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. യൂസിങ് മെക്കോളൈസ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെക്കോളൈസ് മെത്തേഡ് അല്ലെങ്കിൽ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്. മെക്കോളൈസ് മെത്തേഡ് അല്ലെങ്കിൽ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇത് നോക്കുമ്പോഴത്തേക്ക് എന്താ മനസ്സിലാവുന്നത്, ഇതിൽ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ബിയിലാണ് അല്ലേ. പോയിന്റ് ബിയുടെ പ്രത്യേകത എന്താണ്, പോയിന്റ് ബിയിൽ വന്നിട്ട് ഫോർ മാക്സിമം ഡിഫ്ലക്ഷൻ. ഓക്കെ, ഫോർ മാക്സിമം ഡിഫ്ലക്ഷൻ പോയിന്റ് ബിയിൽ എക്സിൻ്റെ വാല്യൂ എത്രയാവും, മാക്സിമം ഡിഫ്ലക്ഷൻ ഫോർ മാക്സിമം ഡിഫ്ലക്ഷൻ വിച്ച് ഒക്കേഴ്സ് അല്ലേ, വിച്ച് ഒക്കേഴ്സ് അറ്റ് ഏത് പോയിന്റിലാണ്, പോയിന്റ് ബി അല്ലേ, അറ്റ് പോയിന്റ് ബി. ഓക്കെ, പോയിന്റ് ബിയിലുണ്ടാകുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ബി അല്ലേ. എക്സിൻ്റെ വാല്യൂ എത്രയും ഈ സെക്ഷൻ എക്സ് എവിടെ കൊണ്ടുപോയി, പോയിന്റ് ബിയിൽ കൊണ്ടുപോയി. പോയിന്റ് ബി x = 0 ആവും അല്ലേ. എക്സ് ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ തന്നെ കൊണ്ടുപോയിക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാവും, 0 ആവും അല്ലേ. x = 0, yb = ymax, xb = 0 അല്ലേ, xb = അല്ലെങ്കിൽ x = 0, yb = ymax. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷനാണ് വേണ്ടത് അല്ലേ. അപ്പം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്, EIy = -WX³ 6 പ്ലസ് WL² 2x മൈനസ് WL³ 3 അല്ലേ. അതിൽ എക്സിന് വരെ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക അല്ലേ. അപ്പം EI സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ
3 4 ഇത് 5 എന്നും കൊടുക്കാം, ഇത് 6 എന്നും കൊടുക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 6 അല്ലേ. ഡിഫ്ലക്ഷൻ വേണ്ടതുകൊണ്ടാണ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഐ വൈക്ക് വരാൻ എന്ത് കൊടുക്കാം, വൈ മാക്സ് അല്ലെങ്കിൽ വൈ ബി ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എക്സ് ക്യൂബ്, എക്സിന് വരാൻ 0 കൊടുക്കുമ്പോഴത്തേക്ക് എന്താവും, മൈനസ് ഡബ്ല്യു 0 ക്യൂബ് ബൈ 6 പ്ലസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ഇൻറ്റു 0 മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3 എന്ന് വരും അല്ലേ. അപ്പം ഈ ടേം 0 ആയിപ്പോയി, ഈ ടേം 0 ആയി, ഇത് 0 ആയി അല്ലേ. അപ്പം അതിൻ്റെ അകത്തുനിന്ന് വൈ ബി ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3 ഇ എ, മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3 ഇ എ അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ആ ഫ്രീ എൻഡിൽ കാൻഡിലിവർ ബീമിൻ്റെ കേസിൽ പോയിൻ്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ, ഫ്രീ എൻഡിൽ പോയിൻ്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ അല്ലേ. ഡബ്ല്യു എന്ന് പറയുന്ന ലോഡ്, എൽ എന്ന് പറയുന്ന ബീമിൻ്റെ ലെങ്ത്ത്, ഇ ഐ എന്ന് പറയുന്നത് ഫ്ലെക്ചറൽ റിജിഡിറ്റി അല്ലേ. ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3 ഇ ഐ അല്ലേ. ഈ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത്, നെഗറ്റീവ് സൈൻ എന്താ കാണിക്കുന്നത്, നെഗറ്റീവ് സൈൻ ഷോസ് deflection is in downward direction അല്ലേ. ഡൗൺവേർഡ് ഡയറക്ഷൻ, താഴത്തേക്കാണ് ഡിഫ്ലക്ഷൻ നടന്നതെന്നുള്ളതാണ് ആ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത്. നെഗറ്റീവ് സൈൻ ഷോസ് ഡിഫ്ലക്ഷൻ ഈസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലേ. എൻ്റെ ഇവിടെ നമ്മൾ ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ താഴത്തേക്കാണ് അല്ലേ. ഇത് ഇവിടെ നിന്ന് താഴത്തേക്ക് ഡിഫ്ലക്ഷൻ സംഭവിച്ചുകൊണ്ടാണ് അത് എന്തായിട്ട് എടുത്തത്, നമുക്ക് നെഗറ്റീവായിട്ട് വന്നു. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലോപ്പും കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ സ്ലോപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലോപ്പ് മാക്സിമം ആവുന്നിടത്ത് അല്ലെങ്കിൽ 4 പോയിൻ്റ് ബി അല്ലേ, 4 പോയിൻ്റ് ബി. ഓക്കെ, ഇത് ഡിഫ്ലക്ഷന് വേണ്ടി ചെയ്തതാണ്. ഓക്കെ, ഡിഫ്ലക്ഷന് വേണ്ടി 4 പോയിൻ്റ് ബി, എക്സ് ഈക്വൽ ടു 0 അല്ലേ, തീറ്റ ഈക്വൽ ടു തീറ്റ ബി ആണ് അല്ലേ. തീറ്റ ഈക്വൽ ടു തീറ്റ ബി എന്ന് പറയുന്ന അവിടുത്തെ സ്ലോപ്പ് അറ്റ് ബി, സ്ലോപ്പ് അറ്റ് ബി അല്ലേ. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു, സ്ലോപ്പ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോപ്പിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു അല്ലേ. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ഏതാണ്, ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. അതിൽ എക്സിന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, ഈ ഇക്വേഷനിൽ എക്സിന് വരെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 5 അല്ലേ, ഇക്വേഷൻ 5 ഇതല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് പോയിൻ്റ് ബി അല്ലേ. തീറ്റ ബി എന്ന് പറയുന്നതാണ് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. ഇത് തന്നെയാണ് തീറ്റ ബി. ഓക്കെ, ഇത് തന്നെയാണ് തീറ്റ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും അല്ലേ. മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. എക്സിന് വരെ 0 വരും അല്ലേ, എക്സിന് വരെ 0 വരും കാരണം പോയിൻ്റ് ബി ആണ്. ഓക്കെ, പിന്നെ മെച്ചമുള്ളത് ഏതാണ്, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ഉള്ളൂ, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 അല്ലേ. ഇതിൻ്റെ അകത്തുനിന്ന് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് പോയിൻ്റ് ബി ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ഇ എ, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ഇ എ. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ആ പോയിന്റിൽ ഫ്രീ എൻഡിലുള്ള സ്ലോപ്പിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ആയി സ്ലോപ്പിൻ്റെ വാല്യൂ. ഏത് പോയിൻറ്റിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, വേണ്ട ഈ പോയിന്റിൽ ഡിഫ്ലക്ഷനും കണ്ടുപിടിച്ചു. ഈ പോയിന്റിലുണ്ടാവുന്ന സ്ലോപ്പ്, ഈ പോയിന്റിലുണ്ടാവുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക, ഇവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കുക, തീറ്റ ബി. ഓക്കെ, തീറ്റ ബി ആണ് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ബി എന്ന് പറഞ്ഞു, ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ബി. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കാൻഡിലിവർ വിത്ത് യു ഡി എൽ ചോദിക്കാം. കാൻഡിലിവറിൻ്റെ മൊത്തം ലെങ്ത്തിലായിട്ട് യു ഡി എൽ വരുമ്പോഴത്തേക്ക് എങ്ങനെ സോൾവ് ചെയ്യും, അതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ അതിൻ്റെ നടുക്കായിട്ട് ഒരു പോയിന്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യും, ആ തരത്തിലെല്ലാം ക്വസ്റ്റ്യൻസ് വരാം.